ഗുഡ് മോർണിംഗ്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലത്തെ പുതിയൊരു ചാപ്റ്ററിലേക്ക്, പുതിയൊരു മൊഡ്യൂളിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മൊഡ്യൂളിലെ മെയിനായിട്ടും രണ്ട് ചാപ്റ്റേഴ്സാണ് വരിക. റിസർച്ച് ഡിസൈനും അതുപോലെ സാമ്പിളിംഗ് പ്ലാനും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളാണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് റിസർച്ച് ഡിസൈനെ കുറിച്ചിട്ടും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പഠിക്കാനുള്ളത്. ദെൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ സാമ്പിളിംഗ് പ്ലാൻ, ഏതൊക്കെ സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് സാമ്പിൾസ് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അതാണ് നമുക്ക് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേരാണ് ഡാറ്റ ആൻഡ് മെത്തേഡ് ഓഫ് റിസർച്ച്. നമുക്കറിയാം, ഏതൊരു റിസർച്ച് ആയാലും അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു എലമെൻ്റാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഏതൊക്കെ സാമ്പിളുകൾ കളക്ട് ചെയ്താലും, നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് പ്രകാരം കറക്റ്റായിട്ട് സാമ്പിളുകൾ കളക്ട് ചെയ്താലും നമുക്ക് ആ കളക്ട് ചെയ്ത സാമ്പിളിൽ നിന്നും എന്ത് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആകെ ഒരു ചാപ്റ്റർ ഈ മൊഡ്യൂളിലുള്ള ഡാറ്റേനെ കുറിച്ചിട്ടും ആ ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ മൊഡ്യൂളിൻ്റെ പേരാണ് ഡാറ്റ ആൻഡ് മെത്തേഡ് ഓഫ് റിസർച്ച്. നമുക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ എവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഡാറ്റ കളക്ഷൻ എന്താണെന്ന് നോക്കാം. ദി കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് ദ പ്രൈമറി സ്റ്റെപ്പ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാമ്പിൾ കളക്ഷനൊക്കെ നടത്തിയിട്ട് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ റിസർച്ച് ഡിസൈനും സാമ്പിൾ പ്ലാനിങ്ങും ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം, അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഡാറ്റ കളക്ട് ചെയ്താലേ നമുക്ക് അതിൻ്റെ മുകളിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ കളക്ഷൻ ആണ്. നമ്മളിപ്പോൾ വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ അഡോപ്റ്റ് ചെയ്തു, സ്കൈസ്കോർ ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ടെസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള റോ മെറ്റീരിയൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ റോ മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെയും പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. Collection of data is a process of enumeration together with the proper recording of result. Data collection is the process of enumeration together with the proper recording of result. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ഡാറ്റ കളക്ട് ചെയ്യലും മാത്രമല്ല, അതിൻ്റെ ഒപ്പം എന്ത് വേണം? കളക്ട് ചെയ്ത ഡാറ്റ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റ മിസ്സാവും, നമ്മൾ ചെയ്ത പണിയൊക്കെ വെറുതെ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തതിൽ മാത്രമായിട്ട് അവിടെ ഒതുങ്ങാനായിട്ട് പാടില്ല. അത് തെറ്റുകൂടാണ്ട് റെക്കോർഡ് ചെയ്യലും, ആ റിസൾട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ തെറ്റുകൂടാണ്ട് റെക്കോർഡ് ചെയ്യലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇനോമറേഷൻ ടുഗദർ വിത്ത് പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് റിസൾട്ട്. The quality and credibility of the research result depends upon a relevant, accurate and adequate data. നമ്മുടെ റിസർച്ച് റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റോ മെറ്റീരിയൽ ആയിട്ടുള്ള റോ ഡാറ്റ ക്വാളിറ്റി റെലവൻറ്റും ആക്യുറേറ്റും ആഡിക്വേറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ റിസർച്ച് റിസൾട്ടിന് ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, റോ മെറ്റീരിയൽ നന്നായാലാണ് ഫിനിഷ്ഡ് ഗുഡ്സും നന്നാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡാറ്റയാണ്. ആ ഡാറ്റ ആക്യുറേറ്റും റെലവൻറ്റും ആഡിക്വേറ്റും ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയ നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് കറക്റ്റും ക്വാളിറ്റി ഉള്ളതും ക്രെഡിബിലിറ്റി ഉള്ളതുമായിട്ടുള്ള റിസർച്ച് റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Researcher design outlines the conditions for collection and analysis of data.
അപ്പോൾ നമ്മളിതിന് മുമ്പത്തെ മൊഡ്യൂളിൽ പഠിച്ച റിസർച്ച് ഡിസൈൻ അതെന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി സ്റ്റഡിയാണ്. നമ്മൾ നമ്മുടെ സ്റ്റഡിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ഡിസൈനിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെയൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഏതൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? റിസർച്ച് ഡിസൈനിൽ മെൻഷൻ ചെയ്തിരിക്കണം. What, when, where, how much and the method of data collection are detailed in the research design. ഏതൊക്കെ ഡാറ്റയാണ്, എപ്പോഴാണ്, എവിടെ നിന്നാണ്, എത്രമാത്രം വേണം, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഡാറ്റ കളക്ഷനെ കുറിച്ച് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഡിസൈനും സാമ്പിളിംഗ് പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അതിലത്തെ പ്രൈമറി സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യൽ മാത്രമല്ല, അത് തെറ്റുകൂടാതെ റെക്കോർഡ് ചെയ്യലും അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് നമ്മുടെ റിസർച്ചിൻ്റെ ഒരു റോ മെറ്റീരിയലാണ്. അത് നല്ല കറക്റ്റായിട്ടും ആഡിക്വേറ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് ക്രെഡിബിലിറ്റിയും ക്വാളിറ്റിയും ഉള്ള റിസർച്ച് ഫൈൻഡിങ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ ഡാറ്റ കളക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? റിസർച്ച് ഡിസൈനിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മീനിങ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ടായിരുന്നു. ഇതിൽ ഡാറ്റ എന്ന് പറഞ്ഞ ടേമിൻ്റെ മീനിങ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡാറ്റ ഈസ് ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് അതർ ഇറലവൻറ്റ് മെറ്റീരിയൽസ്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ട്സ് ആവാം, ഫിഗേഴ്സ് ആവാം, അല്ലെങ്കിൽ അത് നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഏതെങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു മെറ്റീരിയലും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡാറ്റ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ ദ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഇൻ ദ റിസർച്ച്. നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഈ ഡാറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആവാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആവാം. ക്വാണ്ടിറ്റേറ്റീവ് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ക്വാളിറ്റേറ്റീവും ആയാലും കുഴപ്പമില്ല. അത് നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ഏതർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ കളക്ട് ചെയ്ത ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുക? റിസർച്ചിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഇൻ റിസർച്ച്. The quality of research result depends upon the reliability of data. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ റിസർച്ച് റിസൾട്ടിൻ്റെ ക്വാളിറ്റി, അത് നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദി ഡാറ്റ. നല്ല ക്വാളിറ്റി, നമുക്കറിയാം നല്ല റോ മെറ്റീരിയൽ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ റിസർച്ചിൽ നിന്ന് നല്ലൊരു റിസൾട്ട്, നല്ലൊരു കൺക്ലൂഷനിലേക്ക് അറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന ഡാറ്റ റിലയബിൾ ആയിരിക്കണം, ക്വാളിറ്റിയുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ദ റിസർച്ചർ മസ്റ്റ് സെലക്ട് ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ ഡാറ്റ കളക്ഷൻ. അപ്പോൾ നല്ലൊരു ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ആ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ് നല്ലതായിരിക്കണം. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ കളക്ട് ചെയ്യേണ്ടത് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് വേണം ആൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ആൾക്ക് നല്ല ക്വാളിറ്റി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഡാറ്റ മീനിങ് ആണ് നമ്മൾ പഠിച്ചത്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി ആൻഡ് ടു അനലൈസ് ഇൻ ദ റിസർച്ച്. നമ്മുടെ റിസർച്ചിലെ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റിസർച്ചിൻ്റെ റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദി ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഡാറ്റയുടെ മീനിങ് നമ്മൾ പഠിച്ചു. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ റിസർച്ചിലെ ഈ ഡാറ്റയ്ക്കുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം.
ഇറ്റ് സെർവ് ആസ് എ ബേസിസ് ഓർ റോ മെറ്റീരിയൽസ് ഫോർ അനാലിസിസ്. നമ്മുടെ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ബേസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഡാറ്റയാണ്. ഇറ്റ് സെർവ് ആസ് എ ബേസിസ് ഓർ റോ മെറ്റീരിയൽസ് ഫോർ അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞോണം, നമുക്ക് നല്ലൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള നമ്മുടെ റിസർച്ച് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റോ മെറ്റീരിയൽ ആണ് എന്നു പറയുന്നത് ഈ ഡാറ്റ എന്ന് പറയുന്നത്. To draw specific inferences analysis of factual data is required. നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫറൻസസ് മീൻസ് കൺക്ലൂഷൻസ് കൺക്ലൂഷനിലേക്ക് നമുക്ക് അറൈവ് ചെയ്യണമെങ്കിൽ അനാലിസിസ് ഓഫ് ഫാക്ച്വൽ ഡാറ്റ ഈസ് റിക്വയർഡ്. കറക്റ്റ് ഡാറ്റ നമുക്ക് കിട്ടും വേണം, അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും വേണം. നമ്മൾ ഏത് നല്ലൊരു അനാലിസിസ് ടൂൾ യൂസ് ചെയ്താലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ആക്യുറേറ്റ് ആയില്ലെങ്കിൽ ആ റിസൾട്ട് ചിലപ്പോൾ മോശമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഏതൊരു റിസർച്ചിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? കറക്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കറക്റ്റ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം. നമുക്ക് ആ കൺക്ലൂഷനിൽ കിട്ടിയിട്ട് വേണം ബിസിനസ്സിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസും എടുക്കാനായിട്ട്. അപ്പോൾ ആ നല്ല പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് അറൈവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഫാക്ച്വൽ ഡാറ്റയാണ്. ഫാക്ച്വൽ ഡാറ്റ എന്ന് വെച്ചാൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആവണം. അത് നമുക്ക് ചെയ്യണമെങ്കിൽ, അപ്പോൾ നമുക്ക് നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. The quality of the findings of the study is determined by the relevance, adequacy and reliability of the collected data. അതുപോലെ നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി റെലവൻസ്, ആഡിക്വസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി ഡാറ്റ ദാറ്റ് വി ആർ യൂസ്. നമ്മൾ ആ സ്റ്റഡിയിൽ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഡാറ്റയുടെ ആഡിക്വസിയും റെലവൻസും റിലയബിലിറ്റിയും ഒക്കെ വെച്ചിട്ടാണ് എന്ത് മനസ്സിലാക്കാൻ നമ്മൾ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് ഒക്കെ ശരി തന്നെ അല്ലേ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. അതുപോലെ നമുക്കറിയാം വലിയ PhD തിസിസിലൊക്കെ നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും? ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? ടെസ്റ്റ് ചെയ്യാനായിട്ട് വെറുതെ നമുക്കൊരു എക്സ്പെരിമെൻ്റ് പോലൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ് റിസർച്ച് ടോപ്പിക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ നല്ല രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് എവിടുന്നാണ് കിട്ടുക? ഈ ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ നിന്നാണ് കിട്ടുക. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. It provides facts and figures required for the construction of measurement scales and tables. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് സ്കെയിൽസും ടേബിൾസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ആവശ്യമുണ്ട്? ഈ ഡാറ്റ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ഡാറ്റ വേണോ കളക്ട് ചെയ്തിരിക്കുന്നത് അതിനെ യോജിക്കുന്ന വിധത്തിലുള്ള മെഷർമെൻറ്റ് സ്കെയിൽസും ടേബിൾസുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ അതിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് നമ്മുടെ റിസർച്ചിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയലാണിത്. ദെൻ നല്ല കൺക്ലൂഷൻസിൽ അറൈവ് ചെയ്യണമെങ്കിൽ നല്ല ഡാറ്റ കിട്ടണം. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ഡാറ്റ കിട്ടണം. നമ്മളെ ഫൈൻഡിങ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഡാറ്റ കളക്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് സ്കെയിൽസും ടേബിൾസും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും പറഞ്ഞാലും നമ്മുടെ റിസർച്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൈമറി സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു. അത് നന്നായാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തും നന്നാവും? നമ്മുടെ റിസർച്ചും പിന്നെ നമ്മുടെ അനാലിസിസ് പാർട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എത്ര നല്ല സാമ്പിളിംഗ് ടൂൾസ് യൂസ് ചെയ്താലും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഫൈൻഡിങ്സ് കറക്റ്റ് ആവാനായിട്ട് സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. നമുക്കത് വളരെ എളുപ്പമായിട്ടുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ തിയറി ആയിട്ട് പഠിക്കണം. കാരണം ഒട്ടുമിക്ക എക്സാം പേപ്പറിലും ഏതെങ്കിലും ഒരു
ടൈപ്പ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ എന്ന് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഡാറ്റകൾക്കുള്ളത് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറി നമ്മൾ പഠിച്ചിരിക്കണം. ഡാറ്റ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ കംസ് അണ്ടർ 2 ബ്രോഡ് കാറ്റഗറി, ദാറ്റ് ഈസ് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. നമുക്ക് മൊത്തം ഡാറ്റകൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പായ പ്രൈമറി ഡാറ്റയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈമറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. നമ്മൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യമാണ്, അതായത് നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സ്വയം തന്നെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡാറ്റ. ആർ ദോസ് ഡാറ്റ വിച്ച് ഈസ് കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. ദീസ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇതിനു മുമ്പ് ആരും ഈ രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ നടത്തിയിട്ടില്ല. ഞാനാണ് ആദ്യമായിട്ട് ഇതുപോലത്തെ നമുക്ക് എൻ്റെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡാറ്റ. This data is collected by the researcher or through investigators or enumerators for the first time. ചിലപ്പോൾ റിസർച്ചർ ഒറ്റയ്ക്ക് തന്നെ ഡാറ്റ കളക്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡിയിലൊക്കെ നിങ്ങൾ തന്നെയാണ് ഗൂഗിൾ ഫോം വഴിക്ക് ക്വസ്റ്റ്യനുകൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടോ എന്യൂമറേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടോ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ഇപ്പോൾ വലിയ റിസർച്ച് സ്റ്റഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് 10,000 പേരിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാർ, ഒരു തേർഡ് പാർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ രീതിയിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം. പക്ഷേ അത് ഫ്രഷ് ഡാറ്റ ആയിരിക്കണം. നമ്മൾ സ്വയമായിട്ട് നമ്മുടെ റിസർച്ച് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സ്വയമായിട്ട് കളക്ട് ചെയ്യുന്ന, പേഴ്സണലായിട്ട് റിസർച്ചർ തന്നെ കളക്ട് ചെയ്യുന്നില്ല, റിസർച്ചർ പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്ററോ എന്യൂമറേറ്ററോ കളക്ട് ചെയ്ത ഡാറ്റ ആയാലും അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡാറ്റ. It is considered as the raw materials to which statistical methods are applied for the purpose of analysis and interpretation. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത ഡാറ്റയുടെ മുകളിലാണ് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും മെത്തേഡ്സും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അനാലിസിസിനും ഇൻ്റർപ്രിട്ടേഷനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി റോ മെറ്റീരിയൽ. അതിനെന്തായിട്ട് യൂസ് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് റോ മെറ്റീരിയൽ ആയിട്ടാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളിനി ടൂൾസും അനാലിസിസും മെത്തേഡ്സും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പോണത്. It is the information generated to meet the specific requirements of the investigation at hand. നമ്മുടെ സ്റ്റഡിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുക. അതായത് റിസർച്ചർ നടത്തുന്ന സ്റ്റഡിക്ക്, ആ സ്റ്റഡിക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ രീതിയിൽ കളക്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ജനറേറ്റഡ് ടു മീറ്റ് ദ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ കളക്ട് ചെയ്യുന്ന ഡാറ്റേനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൈമറി ഡാറ്റയെ കുറിച്ച് പറയാനുള്ളത്. പ്രൈമറി ഡാറ്റ എന്ന് വെച്ചാൽ റിസർച്ചർ സ്വന്തം റിസർച്ച് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റേനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡാറ്റ. അതൊരു ഫ്രഷ് ഡാറ്റ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത ഈ ഡാറ്റയുടെ മുകളിലാണ് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന അനാലിസിസ് ടൂൾസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ദെൻ ഇത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആവണമെന്ന് നിർബന്ധമുള്ളൂ. ഈ റിസർച്ചർ നേരിട്ടിട്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്ന നിർബന്ധമില്ല. ആൾക്ക് വേണമെങ്കിൽ ഈ കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്ററെയോ എന്യൂമറേറ്ററെയോ വേണമെങ്കിൽ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രൈമറി ഡാറ്റ. സെക്കൻഡ് ടൈപ്പ് ഈസ് സെക്കൻഡറി ഡാറ്റ. നമ്മൾ പ്രൈമറി ഡാറ്റയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡറി ഡാറ്റയാണ്. ദ സെക്കൻഡറി ഡാറ്റ those data which have already been collected, tabulated and presented in some form by someone else for some other purpose. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നെ സ്വയമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ വേറൊരാൾ, എന്നെ പോലെ തന്നെ വേറൊരാൾ ആളുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് സ്വയമായിട്ട് കളക്ട് ചെയ്തിട്ട് ആളുടെ റിസർച്ചിൽ ആ ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ സ്റ്റഡിയിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതെന്തല്ല, ഫ്രഷ് അല്ല, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല. ഓൾറെഡി വേറൊരാൾ ആളുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് സ്വയമായിട്ട് ഡാറ്റ കളക്ട് ചെയ്തു, ടാബുലേറ്റ് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു, ആളുടെ സ്റ്റഡിയിൽ അത് പ്രസൻറ്റ് ചെയ്തു.
പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരിക്കലും പ്രൈമറി ഡാറ്റ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്റ്റഡിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ തരത്തിലുള്ള സെക്കൻഡറി ഡാറ്റയായിട്ട് അത് യൂസ് ചെയ്യാം. ദാറ്റ് ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ് ബൈ സം അതർ പേഴ്സൺ, tabulated by some other person and presented in any other form by another person. ആളുടെ സ്റ്റഡിക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ആളത് ടാബുലേറ്റ് ചെയ്യുകയും ചെയ്തു, അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡാറ്റ, വിച്ച് ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ്, ടാബുലേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ സം ഫോം ബൈ സം വൺ എൽസ് ഫോർ സം അതർ പർപ്പസ്. ഇറ്റ് മീൻസ് ഡാറ്റ ദാറ്റ് ആർ ഓൾറെഡി അവൈലബിൾ. നമുക്ക് പ്രൈമറി ഡാറ്റയാണെങ്കിൽ നമുക്കൊന്നും അവൈലബിൾ അല്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിനുള്ള ടൂൾസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ സ്വയമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം, ഏതാണെങ്കിലും പ്രൈമറി ഡാറ്റയാണെങ്കിൽ. പക്ഷേ സെക്കൻഡറി ഡാറ്റയാണെങ്കിൽ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ റെഡിലി അവൈലബിൾ ആണ്. Economic surveys and reviews of government census data etc. are the examples of secondary data. Economic survey റിപ്പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഗവൺമെൻറ് റിവ്യൂസ് അവൈലബിൾ ആണ്, സെൻസസ് ഡാറ്റ അവൈലബിൾ ആണ്. അതൊക്കെയാണ് സെക്കൻഡറി ഡാറ്റയ്ക്ക് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അതൊക്കെ ഓൾറെഡി ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഡാറ്റയൊക്കെ സർവേയും സെൻസസും ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സെക്കൻഡറി ഡാറ്റയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദീസ് ആർ ഇൻ ദ ഫോം ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഡാറ്റയാണെങ്കിൽ അത് റോ മെറ്റീരിയൽ ആയിരിക്കും. ആ റോ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റണം. പക്ഷേ സെക്കൻഡറി ഡാറ്റയാണെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ വേറെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊന്നും അപ്ലൈ ചെയ്യേണ്ട. കാരണം അതൊക്കെ ആര് ചെയ്തിട്ടുണ്ടാവും, ഇത് ഓൾറെഡി കളക്ട് ചെയ്ത ആൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടാബുലേഷനും അനാലിസിസും ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഡാറ്റ നമുക്ക് നമ്മുടെ സെക്കൻഡറി ഡാറ്റയായിട്ട് ഏത് ഫോമിലാണോ എടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് നമ്മുടെ റിസർച്ചിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ റിസർച്ചർ ഹാസ് ടു മോഡിഫൈ സച്ച് ഡാറ്റ ഫോർ ദെയർ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ്. ചില മോഡിഫിക്കേഷൻസ്, കാരണം നമുക്കറിയാം ഒരാൾ ചെയ്ത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ പാടില്ല. അത് റിസർച്ചിലത്തെ ബേസിക് തിയറിയാണ്. നമുക്ക് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവാനായിട്ട് പാടില്ല, ഒറിജിനൽ ആവണം. പക്ഷേ നമ്മൾ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്സ് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു സെൻസസ് സർവേ ഒക്കെ നടത്തി അതിൽ പല ഡാറ്റകളും അവർ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ക്വസ്റ്റ്യനെയറൊക്കെ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്ത ആ മെയിൻ സംഭവങ്ങളൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആവാതിരിക്കാൻ നമുക്ക് ചെറിയ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിസർച്ചിൽ നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ, ദാറ്റ് ഈസ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. പ്രൈമറി ഡാറ്റയും ഉണ്ട്, സെക്കൻഡറി ഡാറ്റയും ഉണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് നമ്മൾ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ റിസർച്ചിൽ അത് യൂസ് ചെയ്യുക. പക്ഷേ സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ വേറൊരു റിസർച്ചർ ആളുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ആളുടെ സ്റ്റഡിയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്കൻഡറി സോഴ്സായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ഇതിൻ്റെ സബ് ടൈപ്സ് ഉണ്ടോ നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈ സെക്കൻഡറി ഡാറ്റയുടെ ടൈപ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നമ്മളിപ്പോൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും പഠിച്ചു കഴിഞ്ഞു. അതിൽ സെക്കൻഡറി ഡാറ്റയുടെ സബ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. അപ്പോൾ സെക്കൻഡ് എന്തായിരിക്കും, എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് വിതിൻ ദ കമ്പനി ഓർ യൂണിറ്റ് സ്റ്റഡിഡ്. നമ്മൾ എവിടെയാണോ സ്റ്റഡി നടത്താനായിട്ട് പോണത് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലത്തെ പ്രോബ്ലമാണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനി എടുത്തു, ആ കമ്പനിയുടെ ഉള്ളിലത്തെ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആ പെർട്ടിക്കുലർ കമ്പനി എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഇതിലെ കമ്പനി എടുത്തതിന് ശേഷം നമ്മൾ ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് ഡാറ്റകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാകും. അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ സെയിൽസ് റെക്കോർഡ്, ദെൻ ബഡ്ജറ്റ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അങ്ങനെ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എവിടെയാണോ സ്റ്റഡി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് വിതിൻ ദ കമ്പനി ഓർ യൂണിറ്റ് സ്റ്റഡിഡ്. ഡാറ്റ ആർ ജനറേറ്റഡ് ഫ്രം ആക്ടിവിറ്റീസ് വിതിൻ എ ഫേം. ആ ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. എക്സാമ്പിൾസ്
റെക്കോർഡ് ഓഫ് സെയിൽ, ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് എക്സെട്ര. അതൊക്കെയാണ് സാധാരണ വരുന്ന സെക്കൻഡറി ഡാറ്റയിലേക്കുള്ള ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയാണ് ഒന്നാമത്തെ സബ് ടൈപ്പായിട്ട് വരുന്നത്. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ സ്റ്റഡി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. എക്സാമ്പിൾ മനസ്സിലായില്ലേ? അവിടുത്തെ ഇപ്പോൾ ഒരു കമ്പനിയെ വിളിക്കുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അതുപോലെ തന്നെ അവിടുത്തെ സെയിൽസ് ബഡ്ജറ്റിനെ കുറിച്ചിട്ട്, അതുപോലെ അവിടുത്തെ പ്രൊഡക്ഷനെ കുറിച്ചിട്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്, എംപ്ലോയീസ് HR റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവയർനെസ് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? കമ്പനിയുടെ ഉള്ളിൽ നിന്നാണ്. ആ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഡാറ്റനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ സെക്കൻഡറി ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ. It refers to the information which is collected by a external source external to the unit. നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ എവിടെയാണ് സ്റ്റഡി നടത്താനായിട്ട് പോകുന്നത് ആ കമ്പനിയിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ, വിച്ച് ഈസ് കളക്റ്റഡ് ബൈ എ സോഴ്സ് എക്സ്റ്റേണൽ ടു ദ യൂണിറ്റ്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. നമുക്ക് കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ ഹിസ്റ്ററി, അവരുടെ സെയിൽസ് ബഡ്ജറ്റ്, HRM ആക്ടിവിറ്റീസ്, അതൊന്നുമല്ല. അതല്ലാണ്ട് കമ്പനിനെ ബാധിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാറ്റനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ. അത് വേണമെങ്കിൽ പ്രൈവറ്റ് ഡോക്യുമെൻ്റ് ആകാം, അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെൻ്റ് ആവാം. Private document may consist of life history, diaries, letters and memories, and public document may consist of documents published by the journals, magazines, newspapers, etc. അപ്പോൾ ഇതിൽ ഈ എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്താവാം? പ്രൈമറി ഡാറ്റ ആവാം, പ്രൈവറ്റ് സോഴ്സ് ആവാം, അല്ലെങ്കിൽ പബ്ലിക് സോഴ്സ് ആവാം. പ്രൈവറ്റ് സോഴ്സ് ആണെങ്കിൽ ഓരോരുത്തരുടെ, ഇപ്പോൾ നമ്മുടെ കമ്പനി, നമ്മുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരുത്തരുടെ ലൈഫ് ഹിസ്റ്ററി ആവാം, ഡയറീസ് ആവാം, ലെറ്റേഴ്സ് ആവാം, മെമ്മറീസ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. പബ്ലിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ ജേർണൽസിലും മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ പബ്ലിഷ് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസ് ആവാം. These document may be published or unpublished in nature. ഈ പ്രൈവറ്റ് ഡോക്യുമെൻ്റ് ആയാലും ശരി, പബ്ലിക് ഡോക്യുമെൻ്റ് ആയാലും ശരി, ചിലത് പബ്ലിഷ്ഡ് ആവാം, ചിലത് അൺപബ്ലിഷ്ഡ് ആവാം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ. എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? അപ്പോൾ കമ്പനിയുടെ പുറത്തു നിന്ന് നമ്മൾ എവിടെയാണ് സ്റ്റഡി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഓർഗനൈസേഷൻ്റെ, ആ യൂണിറ്റിൻ്റെ പുറമേ നിന്നും അവൈലബിൾ ആയിട്ടുള്ള, അതേസമയം നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നതായിരിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റഡിന് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം. അങ്ങനത്തെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ പബ്ലിക് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആവാം. അത് വേണമെങ്കിൽ പബ്ലിഷ്ഡും ആവാം, അൺപബ്ലിഷ്ഡും ആവാം. ചിലപ്പോൾ എല്ലാ ഫേമസ് ആയിട്ടുള്ള ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്ത ഡാറ്റയാവാം, അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റയാവാം. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണൽ ആവുമ്പോൾ വിതിൻ ദ ഓർഗനൈസേഷൻ, എക്സ്റ്റേണൽ ആവുമ്പോൾ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെലക്ഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഡാറ്റ. ഇതിൽ നമ്മൾ ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റഡിക്ക് പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യണോ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനാണ് പറയുന്നത്, ജനറലി പ്രൈമറി ഡാറ്റ ഈസ് യൂസ്ഡ് വെർ സെക്കൻഡറി ഡാറ്റ ഈസ് നോട്ട് പ്രൊവൈഡിങ് സഫിഷ്യൻറ്റ് ബേസിസ് ഫോർ അനാലിസിസ്. നമുക്ക് നമ്മുടെ സ്റ്റഡി സെക്കൻഡറി ഡാറ്റ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസരങ്ങളിലാണ് നമ്മൾ ഏത് ഡാറ്റ യൂസ് ചെയ്യുന്നത്? പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി വേറൊരാൾ യൂസ് ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ സെക്കൻഡറി ഡാറ്റ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാത്ത അവസരങ്ങളിലാണ് നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക, പ്രൈമറി ഡാറ്റനെ യൂസ് ചെയ്യാം. ഇൻ സെർട്ടൻ കേസസ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ ദി സ്റ്റഡി. നമ്മൾ സെർട്ടൻ കേസസ് അല്ല, ഒട്ടുമിക്ക കേസസിലും ഒട്ടുമിക്ക സ്റ്റഡിയിലും നമുക്ക് രണ്ടിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തണമെങ്കിൽ നമ്മൾ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക? സെക്കൻഡറി ഡാറ്റനെ തന്നെയാണ് യൂസ് ചെയ്യുക. നമുക്കറിയാം എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് എൻ്റെ സെയിം ടോപ്പിക്കിൽ മുമ്പ് സ്റ്റഡി നടന്നിട്ടുള്ള ആൾക്കാർ എന്തെല്ലാം സ്റ്റഡി നടന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പത്തെ ആൾക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കുന്നത് തന്നെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് നമ്മുടെ റിസർച്ചിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു എലമെൻ്റാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഏത് ചെയ്യും? സെക്കൻഡറി ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ നമ്മുടെ സ്റ്റഡി ഒരു യുണീക്ക് വൺ ആവണമെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സ്റ്റഡിയിൽ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് യൂസ് ചെയ്തിരിക്കണം? പ്രൈമറി ഡാറ്റ യൂസ് ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മുടെ സ്റ്റഡി മുഴുവൻ സെക്കൻഡറി ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും അധികം കണ്ടുപിടിക്കാനുള്ള സ്കോപ്പില്ല. അപ്പോൾ നമ്മൾ എന്തായിട്ടും ഏതിൽ ഡിപ്പെൻഡ് ചെയ്യും? പ്രൈമറി ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒട്ടുമിക്ക കേസസിലും ഒട്ടുമിക്ക സ്റ്റഡികളിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്രൈമറി ഡാറ്റേനെയും സെക്കൻഡറി ഡാറ്റേനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഡാറ്റ വിച്ച് ആർ പ്രൈമറി ഇൻ ഹാൻഡ്സ് ഓഫ് വൺ ബിക്കം സെക്കൻഡറി ഇൻ ഹാൻഡ്സ് ഓഫ് അതർ. അതായത് ഞാൻ എൻ്റെ സ്റ്റഡി നടത്തുമ്പോൾ അതെന്തായിരുന്നു? എനിക്കത് പ്രൈമറി ഡാറ്റയായിരുന്നു. ദെൻ എൻ്റെ സ്റ്റഡി നടത്തി കഴിഞ്ഞിട്ട് വേറൊരാൾ എൻ്റെ സ്റ്റഡി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കളക്ട് ചെയ്ത ഡാറ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അത് എന്തായിട്ട് മാറി? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറി. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്റ്റഡി നടത്തി, നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി, അതിനാവശ്യമായിട്ടുള്ള പ്രൈമറി ഡാറ്റകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ആ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അത് എൻ്റെ സ്റ്റഡിയിലേക്ക് എന്തായിട്ട് മാറി? പ്രൈമറി ഡാറ്റയായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് നിങ്ങളിൽ ഒരാൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ കളക്ട് ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് എന്തായിട്ട് മാറി? അത് സെക്കൻഡറി ഡാറ്റയായിട്ട് മാറി. എനിക്കത് പ്രൈമറി ഡാറ്റയായിരുന്നു, പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എന്തായിട്ട് മാറി? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറി. അതാണ് പറയുന്നത്, ഡാറ്റ വിച്ച് ആർ പ്രൈമറി ഇൻ ഹാൻഡ്സ് ഓഫ് വൺ ബിക്കം സെക്കൻഡറി ഇൻ ഹാൻഡ്സ് ഓഫ് അതർ. പ്രൈമറി ഡാറ്റ ഗീവ്സ് എ ഡീറ്റെയിൽഡ് ഡാറ്റ കമ്പയർഡ് വിത്ത് സെക്കൻഡറി ഡാറ്റ. എങ്ങനെയായാലും സെക്കൻഡറി ഡാറ്റയേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് എഴുതുന്ന കിട്ടുക പ്രൈമറി ഡാറ്റയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. കാരണം സെക്കൻഡറി ഡാറ്റയ്ക്കുള്ള മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് ഓൾറെഡി അനാലിസിസിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. നമുക്ക് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഫർദർ ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല. അതേസമയം പ്രൈമറി ഡാറ്റയാണെങ്കിൽ നമ്മുടെ കയ്യിൽ റോ ഡാറ്റയാണുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് പ്രോസസ്സിങ് നടത്തിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സെക്കൻഡറി ഡാറ്റയ്ക്ക് അങ്ങനെ പറ്റുന്നില്ല. കാരണം അത് ഓൾറെഡി എന്താണ്? അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് പുതിയൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് എല്ലാം കൊണ്ടുവരാം എന്നല്ലാണ്ട് വലിയ മേജർ മോഡിഫിക്കേഷൻസ് ഒന്നും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റഡിയിലെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിപ്പെൻഡ് അപ്പോൺ പ്രൈമറി ഡാറ്റ. The selection of the data source depends upon the following factors. നമ്മൾ ഇത് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മൾ പ്രൈമറി ഡാറ്റ സെലക്ട് ചെയ്യണോ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദി എൻക്വയറി ഓർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡി റിലേറ്റഡ് ആയി നമ്മുടെ സ്റ്റഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്റ്റഡികൾക്ക് പ്രൈമറി ഡാറ്റ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ചില ടൈപ്പ് ഓഫ് സ്റ്റഡികൾക്ക് സെക്കൻഡറി ഡാറ്റേനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് വരും. അല്ലാണ്ട് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യാതൊരു മാർക്കും ഇല്ലാത്ത തരത്തിലുള്ള സ്റ്റഡി വരും. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ നേച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ രണ്ടും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആക്സസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതുപോലെ പ്രൈമറി ഡാറ്റ കളക്ഷനാണ് കുറച്ച് എക്സ്പെൻസീവ്. അതേസമയം നമുക്ക് സെക്കൻഡറി ഡാറ്റ അധികം കാശ് ചിലവില്ലാണ്ട് നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രൈമറി ഡാറ്റ വെച്ചിട്ട് ഡാറ്റ കളക്ഷൻ നടത്താം. ദെൻ അവൈലബിലിറ്റി ഓഫ് ടൈം. അതുപോലെ ടൈമും നമുക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് റിസർച്ച് അവസാനിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡിപ്പെൻഡ് ചെയ്യാം? ഈ സെക്കൻഡറി ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യാം. അത് വളരെ നമുക്ക് വേഗം അവസാനിപ്പിക്കാൻ പറ്റും. അതേസമയം നമുക്ക് ഇനഫ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ഷനായിട്ട് മുന്നോട്ട് പോവാം. ഡിഗ്രി ഓഫ് ആക്യുറസി നെസസറി ഫോർ ദ സ്റ്റഡി. നമുക്ക് നമ്മുടെ റിസൾട്ടിന് ആക്യുറസി കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതാവുമ്പോഴേ നമ്മുടെ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കളക്ഷൻ നടത്താനായിട്ട് പറ്റും. മറ്റേത് വേറൊരാളുടെ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റയാണ്. അത് ചിലപ്പോൾ നമ്മുടെ സ്റ്റഡിക്ക് അത്രയ്ക്ക് ആപ്റ്റ് ആവണമെന്നില്ല. എന്നാലും നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യണമെന്നുള്ളൂ. അതുകൊണ്ട് എന്താണ്, നമുക്ക് നല്ല ആക്യുറേറ്റ് റിസൾട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിപ്പെൻഡ് അപ്പോൺ പ്രൈമറി ഡാറ്റ. അടുത്തത് ദി സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ ഓർ റിസർച്ചർ. ആ റിസർച്ചർക്ക് സ്റ്റാറ്റസ് ഉദ്ദേശിക്കുന്നത് ആ റിസർച്ചർക്ക് ഏതാണ് കൺവീനിയൻസ്. ഇപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ നടത്താനായിട്ട് പറ്റിയൊരു കൺവീനിയൻസ് ആൾക്കില്ലെങ്കിൽ ആൾക്ക് സെക്കൻഡറി ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യാം. ദെൻ അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എൻറ്റയർ ഡാറ്റ നമുക്ക് തന്നെ കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രൈമറി ഡാറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് അധികം അത്രയ്ക്ക് നമ്പർ ഓഫ് റെസ്പോണ്ടൻസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ എന്ത് ചെയ്യാം, പ്രൈമറി ഡാറ്റ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ രണ്ടും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റഡിയിലെ നേച്ചർ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം, ഫണ്ട്, ആക്യുറസി, then convenience of the investigator and availability of the trained investigators. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.